DNA എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. TS സുരേഷ് ബാബുവാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ സഹോദരി പുത്രനായ അസ്കർ സൗദാൻ നായകനായിട്ട് സിനിമയിലെത്തുന്നു. സിനിമ ഒരു സസ്പെൻസ് ത്രില്ലറായിട്ടാണ് സിനിമ എടുത്തിട്ടുള്ളത്. പക്ഷേ സിനിമ സസ്പെൻസ് ത്രില്ലറിനെ ഫുള്ളായിട്ടാണ് പറയാൻ പറ്റില്ല. സിനിമ കാണുമ്പോൾ അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. സിനിമ ഇൻവെസ്റ്റിഗേഷൻ കുറവാണ്. കൊലപാതകങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. സിനിമ BGM ഇട്ട് ഇങ്ങനെ വലിപ്പിക്കുക കൂടുതൽ ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേഷൻ വളരെ കുറവാണ് സിനിമയിലുള്ളത്. പിന്നെ ഈ സിനിമയിൽ റായലക്ഷ്മി പോരാ, അത്ര റായലക്ഷ്മിൻ്റെ ആവശ്യമില്ല. റായലക്ഷ്മി ഒന്നും ഒരു ഇൻവെസ്റ്റിഗേഷന് പറ്റിയ ഒരാളല്ല. ഒരു പഞ്ച് പോരാ. സിനിമയ്ക്ക് എന്തോ ഒരു കുറവുള്ള മാതിരി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ അസ്കർ സൗദാന് അഭിനയം കുഴപ്പമില്ല, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്കർ സൗദിൻ്റെ ശബ്ദം സൂപ്പർ ശബ്ദം, ദുൽഖർ സൽമാൻ്റെ അതേപോലത്തെ ശബ്ദമാണ്, നല്ല സൗണ്ടാണ്. പിന്നെ അഭിനയം ഒന്നുകൂടിയും റെഡിയായി വരാനുണ്ട്. അതിൻ്റെ ഒരു കുറവ് സിനിമയിൽ കാണിക്കുന്നുണ്ട്. എന്നാലും നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ സിനിമയിൽ കുറേ കാലത്തിന് ശേഷം ഡിസ്കോ രവീന്ദ്രൻ ഈ സിനിമയിൽ ഒരു ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥനായിട്ട് വരുന്നുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ ചിലവ് കുറഞ്ഞ കുറേ നടന്മാർ ഈ സിനിമയുണ്ട്. അധികം പൈസ കൊടുക്കാതെ വളരെ ചുരുങ്ങിയ ചിലവിൽ അധികം ഫേമസ് അല്ലാത്ത, അധികം സിനിമയിൽ ഇല്ലാത്ത കുറേ നടന്മാർ ഈ സിനിമയുണ്ട്. അങ്ങനെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. റായലക്ഷ്മി ഒന്നും തീരെ പോരാ. റായലക്ഷ്മിക്കൊക്കെ ഇങ്ങനത്തെ വേഷം ആദ്യമായിട്ടാണ് ചെയ്തെങ്കിലും പക്ഷെ അത് പോരാ. ഇതൊരു മലയാള സിനിമയാണ്. ഈ സിനിമയിലുണ്ട് ഹിന്ദിയും തമിഴ് പാട്ടുകൾ. ഈ കൊല്ലം ഷാഫിൻ്റെ മാപ്പിളപ്പാട്ടുമായിട്ടുണ്ട്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിരുന്നു സിനിമ. പിന്നെ അതേപോലെ ഫൈറ്റുകൾ ഒരുമാതിരി ഫൈറ്റ്. വല്ല തമിഴ് സിനിമ ആയിട്ടുണ്ട്, തെലുങ്ക് തമിഴ് സിനിമ. ഫൈറ്റ് ഇങ്ങനെ കുറേ ടൈം ഫൈറ്റ് തന്നെ. ഈ നായകന് വേണ്ടിയിട്ട് ഈ പുതിയ നടനായതുകൊണ്ട് ആ നടനെ പരിചയപ്പെടുത്താൻ വേണ്ടി എത്ര പോരം ഫൈറ്റ് അറിയാം സിനിമയിൽ. നായകന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ഇതുപോലുണ്ട് ആ ഫൈറ്റുകളൊക്കെ കാണുമ്പോൾ. പിന്നെ അജു വർഗീസൊക്കെ സിനിമയുണ്ട് ചെറിയ ചെറിയ ഓരോ വേഷത്തിൽ. സെന്തിൽ കുമാർ, പിന്നെ കോട്ടയം നസീർ, അതുപോലെ തന്നെ ഇടവേള ബാബു, ഇതിനൊക്കെ ചെറിയ വേഷം. എന്തിനാണ് അവരൊക്കെ സിനിമ ഉണ്ട് എന്നാ പറയാം, അത്രേ ഉള്ളൂ. സിനിമ കാണുമ്പോൾ പഴയ ഒരു സിനിമൻ്റെ ഒക്കെ ഒരു കോപ്പി മാതിരിയൊക്കെ നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു മൂവിയാണ്. കഥ നമ്മൾ കേട്ടറിഞ്ഞൊരു കഥ പോലെ തന്നെ ഉണ്ട്. പിന്നെ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് ആരായിരിക്കും വില്ലെന്ന് നമ്മൾ പ്രഡിക്റ്റബിളാണ്. നമുക്ക് സംശയിക്കുന്ന ആൾ തന്നെയാണ് ഈ സിനിമയിൽ വില്ലനായിട്ട് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് സസ്പെൻസ് ഒന്നുമില്ല, പക്ഷേ ഒരു ഒപ്പിക്കൽ മൂവി എന്നേ ഈ സിനിമ പറയാൻ പറ്റുള്ളൂ. ഒരു വൺ ടൈം വാച്ചിങ്ങിനുള്ള ഒരു മൂവി ഉണ്ട്. ഭയങ്കര വലിയ ത്രില്ലർ സസ്പെൻസ് മൂവിയൊന്നുമല്ല. എടുത്തിക്കുന്ന രീതി ഒരു സുഖമില്ല, എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഉടൻ തന്നെ. അപ്പോഴേക്കും നമസ്കാരം, ബൈ.